അപ്പം 4 മാസത്തെ വിശ്രമവേളയ്ക്ക് ശേഷം ഞാൻ ക്ലാസ്സിൽ പോകാൻ പോവുകയാണ്. അത് ഇന്നല്ല, നാളെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ബസ് കാർഡ് എടുത്ത് വെക്കണം. ഞാൻ സാധാരണ യൂസ് ചെയ്ത DB ആണ്. ഇപ്പം നമ്മൾ അല്ലാത്ത കാർഡാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യമേ പോയി, അത് കഴിഞ്ഞ് വൂൾവർത്തിൽ കയറി. ആ ഒരു പാത്രം കണ്ടപ്പോൾ മസാലകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പാത്രങ്ങളൊക്കെ തോന്നി. പിന്നെ കുറേ ക്രയോൺസ് ഒക്കെ കണ്ടു. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിയപ്പോൾ ആഹാ കൊള്ളാമല്ലോ, അങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ കുറേ പെട്ടികൾ എനിക്ക് എന്തായാലും ഒരു പെട്ടി അത്യാവശ്യമായിട്ട് വേണ്ടി വരും. ഇവിടെ വന്ന് കുറേ തുണികൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോകാനുള്ള സമയമായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയപ്പോൾ വായിക്കാൻ പറ്റിയ കുറേ ബുക്സ് ഒക്കെ ഓഫറിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന പിള്ളേർക്കുള്ള ആൾ, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഇത്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തത് ഞാൻ എടുത്തില്ല. പിന്നെ ഇത് ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഗോൾഡ് പടയം വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. അത് ഞാൻ വന്ന് അന്നോട്ടേ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഉപകാരം വരുന്നത് അറിയത്തില്ല. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കിക്കിലോട്ടാണ്. അപ്പം കിക്കിൽ എന്തിനാണ് പോകുന്നത് വെച്ചാൽ നമുക്ക് വല്ല സമ്മർ കളക്ഷൻസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് കാശുള്ളപ്പം മന്തി, കാശില്ലാത്തപ്പോൾ ചമ്മന്തി എന്ന് പറയുന്ന പോലെ കാശുള്ളപ്പം ന്യൂയോർക്ക്, അവിടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടും, അല്ലാത്തപ്പോഴും. പിന്നെ കൂടുതൽ ഞാൻ ഇവിടുന്ന് മേടിക്കുന്നത് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളാണ്. അപ്പം നമ്മുടെ പഴയ ഒരു ഫസ്റ്റ് സെക്ഷനിലോട്ട് ഇപ്പോൾ ഒരു കിഡ്സിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. നേരെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്കിപ്പം നല്ല സ്ഥലങ്ങളൊക്കെ ഇല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കോളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ കിക്കിലെയും വൂൾവർത്തിലെയും തുണികൾ അത്ര ക്വാളിറ്റി എന്ന് പറയത്തില്ല. ചില തുണികൾ നമുക്ക് അത്യാവശ്യം ഒരു യൂസ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ കളക്ഷനൊക്കെ ഉണ്ട്. നല്ല മെറ്റീരിയലും കിട്ടും. സമ്മർ ഡ്രസ്സസൊക്കെ നമുക്ക് തോന്നും ഇങ്ങനെ കുഴപ്പമില്ലാതെ. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ അകവശം ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഒരു വർഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട്, ഇതുവരെ ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഈ പുറത്ത് നിന്നുള്ള കാണിപ്പ് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ കഞ്ഞി കുടിച്ചു. നിങ്ങൾക്ക് അത്യാവശ്യം കാണുക. ഇതാണ് ഞാൻ മേടിച്ച ഒരു നൈറ്റ് ഡ്രസ്സ്. ഭയങ്കര സുഖമാണ്. അപ്പോൾ വെയിൽ കാലത്ത് സമ്മറിലൊക്കെ നല്ലതായിരിക്കും എന്നെനിക്കറിയാം. ഇതാണ് ഞാൻ മേടിച്ച സ്കേർട്ട് കൊള്ളാം, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരിത്തിരി അല്പം ലോങ് സ്കേർട്ടാണ്. അങ്ങ് താഴെ വരെ ഇല്ലെങ്കിലും ലോങ് സ്കേർട്ടാണ്. ഒരു ഉടുപ്പ് മേടിച്ചപ്പോൾ ഒരു ഉടുപ്പും കൂടി കിട്ടി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുട്ടികളുടെ ഉടുപ്പാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി വലിയ സൈസ് നോക്കുക. അത് 6-7 വയസ്സ് പ്രായമുള്ള കുട്ടികളിടുന്ന ഉടുപ്പാണ്. അതൊക്കെ നമുക്ക് കയറിക്കോളും, നമുക്ക് നല്ല ഫിറ്റായിട്ടിരിക്കും. ഇതാണ് ചെറിയ സ്കേർട്ട്. ഇത് കുട്ടികളുടെ ഒന്നുമല്ല, നമ്മുടെ തന്നെയാണ് അളവിലുള്ളത്. അപ്പോൾ 2 സ്കേർട്ടും 2 ടോപ്പും കിട്ടി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.